ശ്രീജിത്ത്, ഓണത്തിനിടെ പുട്ടുകച്ചവടം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്. ഇവിടെ വലിയ രീതിയിൽ ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ നടത്തി നമ്മൾ ഒരു വിജയ പ്രതീതി നിൽക്കുന്ന ഈ ഒരു അവസരത്തിലാണ് കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ എത്ര വിമാനങ്ങൾ പോയി, നമുക്ക് എന്തൊക്കെ നഷ്ടമുണ്ടായി, എത്ര സാമ്പത്തിക നഷ്ടമുണ്ടായി, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് തുടരെ. ഇതിനൊരു അന്ത്യമില്ലേ? കാരണം മുൻപ് 2 തവണ ഈ മിന്നലാക്രമണം ഉണ്ടാകുമ്പോഴും സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോഴും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിച്ചിരുന്നതാണ് ഇതിൽ തെളിവ് എവിടെയെന്ന്. പക്ഷേ അതിനുശേഷം വലിയ രീതിയിൽ ദേശീയത വളരുകയും കോൺഗ്രസിന് പല മാറ്റങ്ങൾ സംഭവിച്ചു എന്ന തോന്നലുണ്ടായി. കാരണം ഭാരത് ജോഡോ യാത്രയുമായെല്ലാം ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകുകയും 2 തെരഞ്ഞെടുപ്പിൽ 2014, 2019 ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാത്ത കോൺഗ്രസ് പാർട്ടി 2024 വരുമ്പോൾ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചെടുക്കുകയും അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാറുകയും ചെയ്തല്ലോ. അപ്പോൾ നാം വിചാരിച്ചത് ഇപ്പോൾ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെല്ലാം നല്ല പക്വത വന്നിരിക്കും, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയിലെത്തിയല്ലോ. ഒരു MPയേക്കാൾ വലുതാണല്ലോ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം. പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ അദ്ദേഹവുമായി അല്ലേ, ഒരു പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും നിർണായക ഒരു സ്ഥാനം കൂടിയാണ് പ്രതിപക്ഷ നേതാവ്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് ഭരിക്കുന്നവർ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത് സാധാരണക്കാരുടെ അവസരം നമുക്ക് മുതലാക്കാൻ കഴിയുന്നത് ആ ചോദ്യങ്ങൾ വരേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്നാണ്. ഇത്തരത്തിലൊരു വലിയ ചുമതലയിലിരിക്കുന്ന ഒരു നേതാവായി മാറി. അതുകൊണ്ട് തന്നെ അയാൾ ഇതിനു മുൻപ് ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്നുമെല്ലാം വലിയ മാറ്റം ഉണ്ടാകുമെന്ന് നാം വിചാരിച്ചെങ്കിൽ അതിന് വിപരീതമായാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം ഉണ്ടാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ കാലത്ത് തന്നെ ഈ വിമാനങ്ങൾ നഷ്ടപ്പെട്ട കണക്കുകൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും മാറിയത് പാർട്ടി തന്നെ ഏറ്റെടുക്കുകയാണ്, കോൺഗ്രസ് പാർട്ടി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഒരു ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നാം വലിയ രീതിയിൽ തിരിച്ചടി നൽകിയെന്ന് പറയുമ്പോൾ പോലും ഈ പാകിസ്ഥാൻ പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾ വിജയിച്ചു, ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി അങ്ങനെയല്ല, നമുക്കല്ല നഷ്ടം സംഭവിച്ചത്, ഞങ്ങളുടെ 26 പേരെ കൊലപ്പെടുത്തിയതിന് പകരമായി നിങ്ങളുടെ പ്രദേശങ്ങളിൽ കയറി അടിക്കുകയും നിങ്ങളുടെ ഭീകരവാദികളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യയാണ് പുതിയ ഇന്ത്യ എന്ന് പറയുമ്പോൾ പല പാർട്ടികളും ഒവൈസി അടക്കമുള്ളവർ, ഒരു കാലത്ത് നമുക്കറിയാം ഇന്ത്യയിൽ പല വർഗീയ പരാമർശങ്ങൾ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഒവൈസി. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്ക് വേണ്ടി രാഷ്ട്രീയം മറന്ന് വാദിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വഴിയെ തന്നെ കോൺഗ്രസും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ തന്നെ നേതാവായ പ്രസിഡന്റ് തന്നെയാണ് മല്ലികാർജുന ഖാർഗെയാണ് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം തന്നെയാണ് കുറച്ചു നാൾ മുൻപ്, ഒരാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഇത്തരം ചോദ്യങ്ങളെ സംബന്ധിച്ച് നാം പരിശോധിക്കുമ്പോൾ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഒരു കാലത്ത് വലിയ രീതിയിൽ തന്നെ ഉത്തരേന്ത്യയിൽ അടിത്തറ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് 2004 മുതൽ 2014 വരെ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ആ കോൺഗ്രസ് പാർട്ടിയെ അവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുന്നത്. നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലപ്പോൾ കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനം ലഭിച്ചിരിക്കില്ല. ആ കാലത്തെല്ലാം ഉണ്ടല്ലോ, പലപ്പോഴും BJP വാജ്പേയിയുടെ എല്ലാം ഭരണകാലത്ത് ഈ പ്രാദേശിക ലെവലിൽ സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനം കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ മാറി വരാനുള്ള സാധ്യത. ഇപ്പോൾ ഗുജറാത്തിൽ ഒരു ഭാഗത്ത് BJP വരും, മറുഭാഗത്ത് കോൺഗ്രസ് വരും, മധ്യപ്രദേശിൽ, അങ്ങനെ കേരളം നാം കാണുമല്ലോ, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി ഭരിക്കും പോലെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇങ്ങനെ മാറി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവിടെ നിന്നെല്ലാം പാർട്ടി പൂർണ്ണമായി തന്നെ ഇല്ലാതിട്ടുണ്ട്. ഇപ്പോൾ നാം ഉത്തരേന്ത്യ പരിശോധിക്കുമ്പോൾ ആകെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് അവിടെ അധികാരത്തിലുള്ളത്. ഹിമാചൽ എന്ന ഒരു ചെറിയൊരു സംസ്ഥാനത്തിൽ മാത്രമാണ് ഈ കോൺഗ്രസ് ആകെ അവശേഷിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയെല്ലാം അറിയാം, അവിടെ തുടർച്ചയായി തന്നെ 15 വർഷം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടിക്ക് ഇപ്പോൾ 3ാം സ്ഥാനം പോലും ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അവിടെ കഴിഞ്ഞോണം 3ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ പോലും തുടർച്ചയായി 2 തവണ 0 സീറ്റിലേക്ക് പോവുകയാണ്. ഒരു കാലത്ത് തുടർച്ചയായി തന്നെ 3 വട്ടം ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. ഈ അവസ്ഥയെന്ന് പരിശോധിക്കണം. ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ്, ഈ രാജ്യദ്രോഹ ചോദ്യങ്ങളും. എനിക്ക് ഈ ഒരു ചോദ്യം ഇങ്ങനെ കോൺഗ്രസ് നേതൃത്വം തന്നെ ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനോടാണ് എനിക്ക് ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നു. കാരണം ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അവരുടെ ആ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒത്തൊരുമയുണ്ടല്ലോ, ഒരു പക്ഷേ പാർലമെന്റ് അതിന് മുമ്പ് കൂടിയത് കൊണ്ടായിരിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയത്, അവിടുത്തെ കാര്യങ്ങളാണ്. പക്ഷെ അതിനുശേഷം ഒരു കാര്യം പോലും നമുക്ക് ചികഞ്ഞെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ
പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ ഭരണപക്ഷമാണെങ്കിലും അവിടുത്തെ പട്ടാളമാണെങ്കിലും തീവ്രവാദികളാണെങ്കിലും ഈ പറയുന്ന സിവിലിയൻസ് ജനങ്ങളാണെങ്കിൽ പോലും ഒത്തൊരുമയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷെ അത് ഇവിടെ പലപ്പോഴും ഇല്ല. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും അഫ്രീദിയെ ഒരു മലയാളി സംഘടന സ്വീകരിച്ചു എന്നുള്ളത് UAE നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന തരത്തിലാണ് എനിക്ക് തോന്നിയത്. ഇപ്പം അതിൽ ഏറ്റവും അധികം ചീഞ്ഞു നാറുന്നത് കോൺഗ്രസിൽ തന്നെയാണ്. ഈ കോൺഗ്രസ് ശരിക്കും നമ്മുടെ രാജ്യത്തിന് ഒറ്റുകൊടുത്ത് മറ്റുള്ളവർ മുമ്പിൽ നഗ്നരാക്കി നിർത്തുന്ന ഒരു പ്രവണതയാണ്. ഒരിക്കൽ നമ്മുടെ ABC തന്നെ ഒരു ചർച്ച ചെയ്തപ്പോൾ ഒരു സാർ പറഞ്ഞതാണ്, സ്വന്തം പെങ്ങളെ അടിക്കാൻ വന്നവനെ നമ്മൾ ഒരുപക്ഷെ തിരിച്ച് അവൻ നമ്മളെക്കാൾ ആജാനുബാഹുവായിരിക്കും, പക്ഷെ തിരിച്ച് ഒരടി കൊടുത്താലും ഒരടി എനിക്ക് കൊടുക്കാൻ പറ്റിയല്ലോ, എൻ്റെ ബലത്തിന് എനിക്ക് ഒരടി കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ധൈര്യമുണ്ട്. പക്ഷേ നമ്മളിവിടെ സ്വന്തം പെങ്ങളെ അപമാനിച്ചവനെ ഒരടിയല്ല കൊടുത്ത, അടിച്ച് തരിപ്പണമാക്കി തിരിച്ചു വന്നിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വീട്ടുകാർ ചോദിക്കുകയാണ്, നിനക്ക് എത്ര അടി കിട്ടി എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ രാഹുലും കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ അടിച്ച് തരിപ്പണമാക്കി എന്നിട്ട് വിജയിച്ച് തിരിച്ചു വന്ന ഒരാളിനോട് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ ഉള്ളവർ ചോദിക്കുകയാണ്, എത്ര എണ്ണം നിനക്ക് കിട്ടി, നീ എത്ര എണ്ണം അങ്ങോട്ട് കൊടുത്ത്, അവൻ്റെ നില ഇപ്പം എന്താണ്, അവൻ ജീവനോടെ ഉണ്ടോ എന്നുള്ളതല്ല ചോദിക്കുന്നത്, നിനക്ക് എത്ര എണ്ണം കിട്ടി. ഇത് എന്തൊരു ലജ്ജാവഹമായിട്ടുള്ള കാര്യം. നമ്മൾ തിരിച്ചടിച്ച് അതിൻ്റെ തെളിവുകൾ സഹിതമൊക്കെ നിർത്തി, അതിന് നഷ്ടങ്ങളുണ്ട്, അത് സ്വാഭാവികമാണ്. അതിനൊരു സമയമുണ്ടല്ലോ. ഇനി വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ പാർലമെന്റ് കൂടുന്നത് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഈ ചാനൽ ചർച്ചകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പുറം ലോകം അറിയാത്ത രീതിയിൽ ഇത് സ്വാഭാവികമായിട്ട് ചോദിക്കാന്ന് വരും. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് മോദി ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു. മോദിയെ ഇത്തരത്തിലൊന്ന് അടിച്ചിടാൻ വേണ്ടിയ ഒരു നാറിയ ചീഞ്ഞ കളി തന്നെയാണ് ഇത്. പക്ഷേ ഈ കളിയിൽ കോൺഗ്രസ് ശ്രീത്ത് പറഞ്ഞതുപോലെ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ കുഴി തന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യം എന്ന് പറയുമ്പം ഓരോ ജനങ്ങൾക്കും രാഷ്ട്രീയമില്ല, അവിടെ രാജ്യം മാത്രമേ ഉള്ളൂ അല്ലേ. എനിക്കായാലും ശ്രീജിത്തിനായാലും ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും നമ്മുടെ രാജ്യത്തിനേക്കുന്ന ഒരു ക്ഷേത്രം അവിടെ കോൺഗ്രസ് എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ലെങ്കിൽ BJP എന്നോ ഇല്ല. അവിടെ നമ്മുടെ രാജ്യത്തിനാണ് വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ കോൺഗ്രസിന് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇവരെന്തുമാത്രം മോദിയെ അധിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇതിനെ അധിക്ഷേപിക്കുന്നു, അതൊരു BJP അല്ല അധിക്ഷേപിക്കുന്നത്, നമ്മുടെ രാജ്യത്തിനെ അധിക്ഷേപിക്കുന്നത്. അത് മൂളയുള്ള ജനങ്ങൾ എന്ത് ചെയ്യും, ഇവരുടെ കൂടെ നിൽക്കുന്നവരും കൂടെ കൊണ്ടുവന്ന് BJPക്ക് വോട്ട് കുത്തത്തേ ഉള്ളൂ. ഇതവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ഈ മോദി ഒന്നും ചെയ്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് നമ്മുടെ സൈന്യത്തിന് നഷ്ടമാണ്, അങ്ങനെയാണല്ലോ യുദ്ധം എന്ന് പറയുന്നത്. നഷ്ടങ്ങൾ ഉണ്ടാവുന്നതാണല്ലോ യുദ്ധം. അല്ലാതെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് ഇപ്പം ഇസ്രായേൽ യുദ്ധം, ഹമാസിനൊന്നുമില്ല, അവർക്ക് തിരിച്ചടിക്കാൻ ഒരു പൊട്ടാസ് പോലും ഇല്ല. പക്ഷേ എന്നാലും കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞോണം ചതുരംഗ കളിയിലൂടെ അല്ലെങ്കിൽ എന്താ പറയുന്ന കള്ളക്കളിയിലൂടെയൊക്കെ എന്തെങ്കിലും അകത്തൊക്കെ നുഴഞ്ഞു കയറിയിട്ട് ചിലപ്പോൾ അതിൽ ഏതെങ്കിലും സിവിലിയൻസിന് നേരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാക്കി അത് അവരുടെ വിജയം തന്നെയാണ്. അതാണ് അവർ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന വരുന്ന തെരഞ്ഞെടുപ്പുകളിലായിരിക്കും. ഈ രാഹുൽ ഗാന്ധി എല്ലാം ചിലപ്പോൾ മോദിക്കെതിരായിരിക്കും ഇത്തരം സംസാരിക്കുന്നത്. പക്ഷേ ഈ ഗോൾ പോസ്റ്റ് മാറി ഗോൾ അടിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഇപ്പോൾ മോദിയുടെ അഴിമതി വേണമെങ്കിൽ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാം. അതോടൊപ്പം തന്നെ മോദി എന്തെങ്കിലും വർഗീയ പരാമർശം നടത്തുകയോ എന്തെങ്കിലും അനാവശ്യ പരാമർശം നടത്തുക, അതിലെല്ലാം നമുക്ക് മോദിയെ വിമർശിക്കാൻ കഴിയും. പക്ഷേ ഈ സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസ് ചോദിക്കുന്നത് നരേന്ദ്രമോദിയോടല്ല, സൈനികരോടാണ് ആ ചോദ്യം പോകുന്നത്. കാരണം സൈനികരാണല്ലോ അവിടെ രാജ്യത്ത് അവിടെ പാകിസ്ഥാനുമായി പോരടിച്ചത്. അപ്പോൾ ഈ ചോദ്യം സൈനികരിലേക്കാണ് പോകുന്നത്. അങ്ങനെ സൈനികരിലേക്ക് ഈ ചോദ്യം പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് സഹിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരെ വച്ചുപുറപ്പിക്കാൻ ഇന്ത്യയുടെ സൈനികർ സമ്മതിക്കില്ല. അതിനുള്ള മറുപടി ആയിരിക്കും ചിലപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായി വരാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ ഗാന്ധി BJPക്ക് തന്നെ അടിക്കാനുള്ള വടി കൂടെ കൊടുക്കുകയാണ്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെയും അസീം മുനീറിൻ്റെയും ചിത്രം വെച്ച് BJP ഒരു ചിത്രം ഒരുമിച്ച് ചേർത്ത് ഈ എക്സിലെല്ലാം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവസ്ഥ ഓർത്തു നോക്കും. എല്ലാ പൊതുസമൂഹം തന്നെ വലിയ രീതിയിൽ BJPക്കെതിരെ തിരിയില്ലേ. കാരണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെയും അവിടെയുള്ള അസീം മുനീറിനെയും വെച്ച് ഒരു ചിത്രം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ്. പക്ഷെ അതിനുള്ള അവസരം രാഹുൽ ഗാന്ധി ഒരുക്കി കൊടുക്കുകയാണ്. അതെല്ലാം രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞില്ലേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടും. ഇപ്പോൾ തന്നെ തിരിച്ചടി നേരിട്ട് ആ പാർട്ടി എല്ലായിടത്തും ചുരുങ്ങി പോയിട്ടുണ്ട്. ഇനി ചുരുങ്ങിയാൽ പാർട്ടി തന്നെ ചരിത്രത്തിന്റെ രേഖകളിൽ മാത്രമേ കാണാൻ കഴിയൂ.